ഡിയർ സ്റ്റുഡൻസ്, +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വെച്ചുകൊണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് +2 ബിസിനസ് സ്റ്റഡീസിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ വാക്കുകളിലൂടെ കുറഞ്ഞ സെൻറ്റൻസുകളിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഈ ഒരു ചാനൽ കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ലഭ്യമാണ്. നിങ്ങൾ +2 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേലിസ്റ്റ് നോക്കുക. ഇവിടെ നമുക്ക് ഏകദേശം 24ഓളം ക്ലാസ്സുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് നിങ്ങൾ മാത്രം കരുതുക ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി. നോൺ ഫോക്കസ് ഏരിയയും അതുകൂടാതെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി പഠിച്ചു വെക്കാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ടാണ് ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്, അതായത് ഒന്നാമത്തെ ക്ലാസ് ചാപ്റ്റർ 1ലാണ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് കേട്ട് നന്നായിട്ട് പഠിച്ചു പോവുക. അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറക്കാതെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. +2 ബിസിനസ് സ്റ്റഡീസിൽ ചാപ്റ്റർ 1ന് 7 സ്കോറാണ് വെയിറ്റേജ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരമാവധി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ ഇതിൽ നിന്ന് വരാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് 5 പോയിൻ്റെങ്കിലും മിനിമം പഠിച്ചു വയ്ക്കാവുന്നതാണ്. അതിൽ കൂടാതെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, നിങ്ങൾക്ക് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് പഠിക്കുക. ഓരോ ലെവലിലെയും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒപ്പം തന്നെ അതിലെ ഫങ്ഷൻസ്, ഓരോ ലെവലിലെയും മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും കൂടാതെ അതിൽ അടങ്ങിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നതും നിങ്ങൾ കൃത്യമായിട്ടത് പഠിച്ചിട്ട് പോവുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് പ്രധാനമായിട്ടും കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കോർഡിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെൻ വൈ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ്, ആർട്ട്, പ്രൊഫഷൻ. ഇപ്പോൾ മാനേജ്മെൻറ്റിനെ ഒരു ആർട്ടായിട്ടും സയൻസായിട്ടും പ്രൊഫഷനായിട്ടും കരുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് കരുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആർട്ട് ആൻഡ് സയൻസ്, എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ആർട്ടും സയൻസുമാണെന്ന് പറയാനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചാപ്റ്റർ 1ൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചാപ്റ്റർ 1ൽ നിന്ന് പഠിച്ചിട്ട് പോവുക. ഇനി നമ്മൾ ചാപ്റ്റർ 2ലേക്ക് കിടക്കുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ചാപ്റ്റർ 2 അല്ലേ. അതിൽ ചാപ്റ്റർ വെയിറ്റ് എന്ന് പറയുന്നത് 9 സ്കോറാണ്. അപ്പോൾ അതിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 4 എണ്ണമെങ്കിലും ഒന്ന് പേര് ഓർത്തിരിക്കാം. കൂടാതെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട, ഇതിൽ നിന്ന് നമുക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ അത് ഹെൻറി ഫയോളിൻ്റെ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആകാം. അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് 8 പ്രിൻസിപ്പിളെങ്കിലും പരമാവധി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 14 പ്രിൻസിപ്പിൾസും 14 പ്രിൻസിപ്പിൾസും പഠിച്ചു വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അത് ആവശ്യമാണ്. ദെൻ സ്കേലാർ ചെയിൻ എന്താണ്, സ്കേലാർ ചെയിൻ എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഗ്യാങ് ബ്ലാങ്ക് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു വയ്ക്കാം. അതെല്ലാം നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകുന്നതാണ് അല്ലേ. അതുകൂടാതെ ഒന്നുകിൽ നിങ്ങൾക്ക് ഹെൻറി ഫയോളിൻ്റെ ആ ഒരു പ്രോട്ടീൻ പ്രിൻസിപ്പിൾസ് വരാം എസ് എ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് ആണല്ലേ. അപ്പോൾ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സും അതുകൂടാതെ നിങ്ങൾ പ്രിൻസിപ്പിൾസും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രിൻസിപ്പിൾസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പരമാവധി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കൂടാതെ ഇതിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, FW ടൈലറുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആ ഒരു ഡയഗ്രാം സഹിതം അത് വന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. അതിനുശേഷം ചാപ്റ്റർ 3ലേക്ക് കിടക്കുമ്പോൾ ബിസിനസ് എൻവയറമെൻറ്റ് ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾക്ക് 6 സ്കോറിൻ്റെ മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ് എൻവയറമെൻറ്റ് എന്താണ് എന്നുള്ളത് ചോദിക്കാം. ബിസിനസ് എൻവയറമെൻറ്റ്, അതുകൂടാതെ നമുക്ക് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയറമെൻറ്റ്. ബിസിനസ് എൻവയറമെൻറ്റിലെ വേരിയസ് ഡയമെൻഷൻസ് എക്സാമ്പിൾ സഹിതം അത് ഓരോന്നും നിങ്ങൾക്ക് വിശദീകരിക്കാം. ദെൻ ലിസ്റ്റ് ഔട്ട് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയറമെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഒരു ഡയഗ്രാം വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എൻവയറമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് വിശദീകരിക്കാം. കൂടാതെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ലിബറലൈസേഷൻ എന്താണ്,
പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ്, അല്ലേ, LPG എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഈ ഡയമെൻഷൻസിൽ തന്നെ പഠിച്ചിരിക്കുന്ന പല എലമെൻറ്റുകൾ, ടാക്സ് റേറ്റ്, ലേബർ ലോസ്, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അതൊക്കെ ഈ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ആണോ, സോഷ്യൽ ഫാക്ടേഴ്സ് ആണോ, ലീഗൽ ഫാക്ടേഴ്സ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ഏതിലാണ് പെടുന്നത് എന്നുള്ളത് ചോദിക്കാം കേട്ടോ, ആ രീതിയിൽ ചോദിക്കാം. പിന്നെ ചാപ്റ്റർ 4ലേക്ക് വരുമ്പോൾ ഇതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. FA ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. 8 സ്കോറാണ് ഇതിൽ മാക്സിമം വന്നിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കേണ്ടാത്തത് ഇവിടെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. അതായത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഓർഡർ തെറ്റിക്കരുത്, സ്റ്റെപ്പാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ ഇത് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അതൊക്കെ ചോദിക്കാം. അതുകൂടാതെ പ്ലാനിങ് പ്രെമീസസ് എന്താണ് എന്ന് മാത്രമായിട്ടും ചോദിക്കാം. പ്ലാനിങ് പ്രെമീസസ് അഥവാ പ്ലാനിങ് സങ്കല്പങ്ങൾ എന്താണെന്നുള്ളതും ചോദിക്കാം. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് സിംഗിൾ യൂസ് പ്ലാന്, സ്റ്റാൻഡിംഗ് പ്ലാന് എന്താണെന്നൊക്കെ ചോദിക്കാം. അതിൽ തന്നെ ഓരോ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, സിംഗിൾ യൂസ് പ്ലാനുകൾ ഏതൊക്കെയാണ്, സ്റ്റാൻഡിംഗ് പ്ലാനുകൾ ഏതൊക്കെയാണെന്നൊക്കെ ആ രീതിയിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓർഗനൈസിങ്ങിലേക്ക് വരുമ്പോൾ ഓർഗനൈസിങ് ചാപ്റ്റർ 7 അതിൽ 5ാമത്തെ ചാപ്റ്ററിൽ 7 സ്കോറാണ് അതിൻ്റെ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് 4 സ്റ്റെപ്സിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം. വാട്ട് യു മീൻ ബൈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നമുക്ക് 2-3 പോയിന്റുകൾ പഠിച്ചു വയ്ക്കാം. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ വ്യത്യാസങ്ങൾ പഠിച്ചു വയ്ക്കാം. കൂടാതെ ഡിവിഷണൽ ഓർഗനൈസേഷന് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ഫങ്ഷണൽ ഓർഗനൈസേഷന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതോടൊപ്പം തന്നെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ്, അതിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ഡീസെൻട്രലൈസേഷൻ തമ്മിലുള്ള 2-3 ഡിഫറൻസുകൾ ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനും ഒപ്പം തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയൊക്കെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി ചാപ്റ്റർ 6ലേക്ക് വരുമ്പോൾ അതിൽ 12 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് essay പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് essay ആയിട്ട് ചോദിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി, തരംതിരിക്കാൻ വേണ്ടി താഴെ പറഞ്ഞിരിക്കുന്ന ഐറ്റത്തിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതിൽ ഏതൊക്കെയാണ് ഇൻറ്റേർണൽ, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് ചോദിക്കാം. ദെൻ എക്സ്പ്ലെയിൻ എനി 4 എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും തന്നെ പഠിച്ചു വയ്ക്കുക. അത് നിങ്ങൾക്ക് essay ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൂടാതെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു വയ്ക്കാം. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ 5 ഡിഫറൻസുകൾ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് 4 സെലക്ഷൻ ടെസ്റ്റുകൾ അതിൽ ഏതെങ്കിലും 3-4 നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. എക്സ്പ്ലെയിൻ ദി വേരീസ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു essay ക്വസ്റ്റ്യൻ തന്നെയാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡും ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡും ഉണ്ട്, അല്ലേ. അപ്പോൾ അത് ഓരോന്നും വിശദീകരിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഞാൻ പറഞ്ഞു മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, അപ്പോൾ ഈ 2 Fകൾ കൂടി ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് essay ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങുമായിട്ട് തരംതിരിക്കാൻ വേണ്ടി കുറച്ച് അതിൽ ഓരോ മെത്തേഡുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൽ ഓരോന്നിനെയും ഓൺ ദി ജോബാണോ ഓഫ് ദി ജോബാണെന്നുള്ളത് തരംതിരിച്ച് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ചാപ്റ്റർ 7ലേക്ക് വരുമ്പോൾ അവിടെയും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഇപ്പോൾ 14 സ്കോറിൽ നമുക്ക് essay ക്വസ്റ്റ്യൻസ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് അബൌട്ട് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതാം. ദെൻ ലിസ്റ്റ് ഔട്ട് 2 ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെ എക്സാമ്പിൾ എഴുതാം. അതിൻ്റെ മീനിങ് സഹിതം പഠിച്ചു വയ്ക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാർട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാർട്ട് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് essay വരാം കേട്ടോ. ദെൻ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു essay ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചാർട്ടും ചോദിക്കാം, ഒപ്പം തന്നെ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെൻഡർ, റിസീവർ അതെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് essay ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. മാച്ച് ദ ഫോളോവിങ്, നമുക്ക് മാസ്ലോസ് നീഡ് ഹയറാർക്കിയുടെ ഈ ഒരു നീഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം.
അതുപോലെ തന്നെ ഡിസ്കസ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ, അതിൻ്റെ ഓരോന്നിനും എക്സ്പ്ലനേഷൻ സഹിതം പഠിച്ചു വയ്ക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ചിലപ്പോൾ ചോദിക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എസ് ആയിട്ട് ചോദിക്കാം. കൂടാതെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്കാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കാം. ഇനി ചാപ്റ്റർ 8ലേക്ക് വരുമ്പോൾ കൺട്രോളിങ് ചാപ്റ്ററാണ്. 6 സ്കോറാണ് ഇവിടെ പ്രതീക്ഷിക്കുക. അവിടെ നമുക്ക് കൺട്രോളിങ്ങിൻ്റെ മീനിങ് പഠിച്ചു വയ്ക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു 4 പോയിന്റെങ്കിലും മിനിമം പഠിച്ചു വയ്ക്കുക. ദെൻ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, പ്ലാനിങ്ങും കൺട്രോളിംഗ് എന്ന് പറയുന്നത് സയാമിസ് ട്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ, അത് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള മാനേജറിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പ്ലാനിങ്ങും കൺട്രോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സൂചിപ്പിക്കാം. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൺട്രോളിങ് ഇല്ല എങ്കിൽ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഡ്രീമിങ് മാത്രമാണ്, വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാം. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്, കൺട്രോളിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കുക, കൺട്രോളിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് MBE എന്താണെന്നുള്ളത്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് ഇവിടെ പഠിച്ചു വയ്ക്കുക. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ 13 സ്കോർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫിനാൻസിങ് ഡിസിഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാം. അതെന്താണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതൊന്നും മാറിപ്പോകാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാം. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പോൾ ഇത് 2 നിങ്ങൾക്ക് essay ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പരമാവധി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക. ഇനി മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 17 സ്കോറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിങ്, മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി വാട്ട് യു മീൻ ബൈ ടേം മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാം. മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് essay ആയിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ, അപ്പോൾ 4 പോയിന്റിൽ കൂടുതൽ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ 4 P's ഇൻ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗ് മിക്സ് എന്താണ് എന്ന് ചോദിക്കാം. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 P's എന്നാണ് അതിൽ വരുന്നത് അല്ലേ. ആ മാർക്കറ്റിംഗ് മിക്സിലെ 4 P's എന്താണെന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. ദെൻ ബ്രാൻഡിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് എന്താണെന്ന് ചോദിക്കാം. കൺസ്യൂമർ പ്രൊഡക്ട്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസ് ഏതും പഠിച്ചു വയ്ക്കുക. ദെൻ താഴെ പറയുന്ന പ്രോഡക്റ്റുകളെ നമുക്ക് കൺവീനിയൻസ് പ്രൊഡക്റ്റ്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്നങ്ങനെ പറഞ്ഞ് തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാം. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്, പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. ചിലപ്പോൾ essay ആയിട്ടും ചോദിക്കാം. പാക്കേജിങ് ഈസ് കോൾഡ് എ സൈലന്റ് സെയിൽസ്മാൻ, പാക്കേജിങ്ങിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് നമുക്കിവിടെ കൊടുക്കാം. എക്സ്പ്ലെയിൻ ഇനി 4 സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അഡ്വർടൈസിങ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും പരമാവധി പഠിച്ചു വയ്ക്കുക. പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് ചോദിക്കാം. പേഴ്സണൽ സെല്ലിംഗ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വയ്ക്കുക. ലിസ്റ്റ് ഔട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മിഡിൽ മെൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഓരോരുത്തരുടെയും വേരിയസ്, അവരുടെ ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഒപ്പം തന്നെ ഈ ചാനൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു ചാനൽ തിരഞ്ഞെടുക്കുന്നതിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് ആ രീതിയിൽ ചിലപ്പോൾ essay ആയിട്ട് അതും ചോദിക്കാം. then കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ലിസ്റ്റ് ഔട്ട് എനി 4 കൺസ്യൂമർ റൈറ്റ്സ്, അതായത് കൺസ്യൂമറുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ കൺസ്യൂമറിലെ ആ ഒരു റീഡ്രസൽ മെക്കാനിസം, കൺസ്യൂമേഴ്സിന് പരാതി ഉണ്ടാകുമ്പോൾ ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിലുള്ള റീഡ്രസൽ മെക്കാനിസം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് എന്നുള്ളത്, അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പരിധി, എത്ര രൂപ വരെയുള്ള പരാതിയാണെങ്കിൽ എവിടെയാണ് കൊടുക്കേണ്ടത്, ആ രീതിയിലുള്ള ആ ഒരു പരിധി വെച്ചുകൊണ്ട് അതും പഠിച്ചു വയ്ക്കുക. ലിസ്റ്റ് ഔട്ട് ദ ലോസ് പാസ്ഡ് ഇൻ ഇന്ത്യ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടി ഇന്ത്യയിൽ പാസ്സാക്കിയിരിക്കുന്ന ലോ അത് ഏതൊക്കെയാണെന്നുള്ളതും ആ രീതിയിലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാവുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ഈ ഒരു റെഡ് കളറിൽ അല്ലെങ്കിൽ റോസ് കളറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് കാരണമാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.
നിങ്ങൾ പരമാവധി ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു വരണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് മറ്റേ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്